ദൈവം പ്രതികാരത്തിൻ്റെ ദൈവമല്ല, ദൈവം നിന്നോട് ക്ഷമിക്കുന്നവനാണ്. മാത്രമല്ല ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അവൻ പിന്നെ നീ പറഞ്ഞത് വേറെ ആരോടും പറയത്തില്ല. നീ ദൈവത്തോട് പറഞ്ഞത് ദൈവം ആരോടും പറയത്തില്ല. ചില പ്രാർത്ഥനക്കാർ, ചില വെളിപ്പാട് അമ്മാമ്മമാർ വന്നിട്ട് പറയും, ദൈവം എനിക്ക് അവരെക്കുറിച്ച് കാണിച്ചു തരാം. കള്ളമാണ്, ദൈവം നുണ പറയത്തില്ല. ഇന്ന അയാളെക്കുറിച്ച് ദൈവം എനിക്ക് കഴിഞ്ഞ ആഴ്ച നോ എൻ്റെ കർത്താവ്, നീ ദൈവത്തോട് പറയുന്നത് ദൈവം വേറെ ആരോടും പറയുന്ന നുണയനല്ല. ദൈവം ദൈവമാണ്. നീ ദൈവത്തിൻ്റെ മുൻപിൽ ആ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ, ഒരിക്കൽ കൂടെ, ദൈവത്തിൻ്റെ മുൻപിൽ നീ ആ പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുമ്പോൾ, നമ്പർ 1, ആ അകൃത്യത്തെ, ആ പാപത്തെ, ആ ലംഘനത്തെ ദൈവം നിന്നിൽ നിന്ന് അകറ്റിക്കളയുന്നു. ആ പാപത്തെ, ആ ലംഘനത്തെ ദൈവം നിന്നിൽ നിന്ന് അകറ്റിക്കളയുന്നു. എത്ര അടി, എത്ര മീറ്റർ, എത്ര കിലോമീറ്റർ ദൈവം നിന്നിൽ നിന്ന് അകറ്റുന്നു? അടിയല്ല, മീറ്ററല്ല, കിലോമീറ്റർ അല്ല. 103 സംഗീതത്തിൻ്റെ 12 വാക്യം പറയുന്നു, ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ നിന്റെ പാപത്തെ, നീ ഏറ്റുപറയുന്ന പാപത്തെ ഒരിക്കലും നിന്നെ അത് വീണ്ടും പിന്തുടർന്ന് പിടിപ്പാതിരിക്കാൻ നിന്നിൽ നിന്ന് കർത്താവ് ആ പാപത്തെ അകറ്റുവാൻ ആഗ്രഹിക്കുന്നു.